ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചതുരപ്പുളിൻ്റെ അച്ചാറാണ്. അച്ഛനും മോളും കൂടെ ചതുരപ്പുളിയൊക്കെ പറിച്ച് വന്നിട്ടുണ്ട്. പച്ചതും ഇത് നന്നായി കഴുകി കഷ്ണങ്ങളാക്കി മുറിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കഷ്ണങ്ങളാക്കട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ ചെത്തി അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ പോക്കിയിട്ടാണ് ഞാനിവിടെ അച്ചാറിടുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അച്ചാറിടാം. ചിലർ ഇങ്ങനെ റൗണ്ടിലാക്കി മുറിച്ച് അച്ചാറിട്ടാലും മതി. അങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉലുവപ്പൊടി വേണം, കായം വേണം, പിന്നെ എണ്ണയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ചട്ടി വെച്ച് നല്ലോണം ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. അത് നല്ലോണം ചൂടാകുമ്പോൾ കടുക് ഇട്ടുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ആ നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുക. ഒരു പച്ചമുളക് ഞാൻ മുറിക്കുന്നത് കാണിച്ച് തന്നില്ലേന്ന്, അത് വേണം. ഇത് നല്ലോണം ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഉലുവപ്പൊടി, കായൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടാം. ഞാൻ 4 സ്പൂണ് മുളക് പൊടി ഇട്ടിക്കണം. നിങ്ങളെടുക്കുന്ന ചതുരപ്പുളിനനുസരിച്ചിട്ട് മുളക് പൊടി എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക. വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ചതുരപ്പുളി ഇതിലിടുക. നല്ലോണം ഇളക്കി നല്ലോണം മിക്സാക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക. ആവശ്യത്തിനായ ഉപ്പിടുക. നല്ലോണം ഇളക്കി ഉപ്പെല്ലായിടത്തിലാവുന്ന വിധത്തിൽ നല്ലോണം ഇളക്കി ആക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് സുർക്ക പാരുക. നല്ലോണം മിക്സ് ആക്കുക. നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി ടേസ്റ്റ് നോക്കാം. കേട്ടാ
തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. എന്നിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം. ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.